മഹാരാഷ്ട്രയിലെ ഒരു ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ രോഗികളായിട്ടുള്ള കുഞ്ഞുമക്കള് മൂക്കിലൂടെയൊക്കെ ട്യൂബിട്ടിട്ട് കാലൊക്കെ മുറിച്ചു മാറ്റിയിട്ട് ഒരു വീൽ ചെയർ പോലും ഇല്ലാതെ ഊന്നുവടി കുത്തിയിട്ട് ഉമ്മയുടെ കൈ പിടിച്ച് ഒരു കൈ ഉമ്മ പിടിച്ചു മറ്റേ ഒരു കൈ ഊന്നുവടിയിൽ പിടിച്ചിട്ടൊക്കെ ആ മക്കൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുന്ന ഒരു വീഡിയോ. തന്റെ ഭാര്യയ്ക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമില്ലാതെ റോഡിന്റെ സൈഡിൽ പായ വിരിച്ച് ആ പായയില് ഉമ്മ കിടക്കുകയും അതിന് തൊട്ടടുത്ത് മകളും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായിട്ട് ഭർത്താവ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരു വീഡിയോ. ശരീരം മുഴുവൻ വ്രണങ്ങളായിട്ട് ഒരു സ്ത്രീ പായ വിരിച്ച് ആശുപത്രിയുടെ വരാന്തയിൽ കയറിപ്പോകുന്ന ഭാഗത്ത് കിടക്കാം. കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഇതൊക്കെയാണ്. ഡയാലിസിസ് ചെയ്യാൻ വഴിയില്ലാതെ, ചികിത്സിക്കാൻ വഴിയില്ലാതെ, ഇതുപോലെ ആശുപത്രികളിൽ സ്ഥലമില്ലാതെ റോഡിലും വഴിവക്കത്തും അതല്ലെങ്കിൽ തന്റെ വീടിനകത്തും വേദന സഹിച്ച് നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. പക്ഷെ നേരെ നമ്മൾ കേരളത്തിലേക്ക് വന്നാല് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ശിഹാബ് തങ്ങളുടെ പേരിലും CHന്റെ പേരിലൊക്കെ ഡയാലിസിസ് സെന്ററുകൾ, അതുപോലെ തന്നെ CH സെന്ററുകളൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ പടർന്ന് പന്തരിച്ച് നിൽക്കുക അല്ലെ. നമ്മൾ കോഴിക്കോട് നമ്മുടെ ക്യാൻസർ സെന്ററിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ CH സെന്റർ കാണാൻ സാധിക്കും. ഞാനും തങ്ങളും കൂടിയിട്ട് ഒരു 6 മാസം മുമ്പ് ആ സ്ഥാപനം സന്ദർശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂക്കിലൂടെ ട്യൂബിട്ട് കാല് മുറിച്ചു മാറ്റി റോഡരികിൽ കണ്ട ആ ഒരു കുഞ്ഞിന്റെ അതേ അവസ്ഥയിലുള്ള ഒരു കുട്ടി തങ്ങളെ കണ്ടപ്പോ വീൽ ചെയറിൽ ചിരിച്ചുകൊണ്ട് തങ്ങളുടെ കൈ പിടിച്ചത് CH സെന്ററിന്റെ അകത്ത് നിന്നാണ്. അതുപോലെ തന്നെ മൂക്കിനകത്ത് ട്യൂബ് കുത്തി കയറ്റിയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഈ ഭാഗങ്ങളൊക്കെ വന്ന് വീങ്ങി മുറിവായിട്ട് കീമോ ചെയ്യാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് CH സെന്ററിൽ അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് കിടക്കാനുള്ള സൗകര്യം നൽകി, എല്ലാ ചികിത്സയ്ക്കുള്ള സൗകര്യം നൽകിയിട്ട് ഞങ്ങൾ പോയി കണ്ടപ്പോ അതുപോലെ ഒരു ഉമ്മയും ഉപ്പയും തങ്ങളുടെ കൈ പിടിച്ചിട്ട് അന്ന് അവര് പറഞ്ഞത് കീമോക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞ് അത് കണ്ണൂരിലുള്ള വേറൊരു ആളുകളെ ബന്ധപ്പെട്ട് ഞാൻ അതിനുള്ള സൗകര്യങ്ങളും എത്തിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് കൊണ്ടോട്ടിയിലുള്ള ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 100 കണക്കിന് കിഡ്നി രോഗികളാണ് സൗജന്യമായിട്ട് അവിടെ വന്നിട്ട് ഡയാലിസിസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന എത്രയോ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നമ്മുടെ നാട്ടിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുകളും അതുപോലെ തന്നെ CH സെന്ററുകളൊക്കെ. ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയാണ് ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഷെയ്പ്പ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നമ്മളിവിടെ തുടക്കം കുറിച്ച് ഈ നിലയിലെത്തിക്കാം. നമ്മുടെ നാട്ടില് സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു പോയ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ ബാധിച്ച് 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് ശരീരം മുഴുവൻ വ്രണങ്ങളായി പുഴുവരിച്ച് ഒരുപക്ഷെ മക്കളോ അതിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ പോലും അടുത്തേക്ക് പോകാൻ പോലും ഭയങ്കര സ്മെല്ലായിരിക്കും, അടുത്തേക്ക് പോകാൻ പോലും കഴിയാതെ മലവും മൂത്രവും കിടക്കുന്ന പായയിലും ബെഡിലൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകള്, അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ അവസ്ഥ അതേ അവസ്ഥയിലേക്ക് കിടപ്പ് രോഗികളായിട്ട് മാറുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ തീരുമാനമെടുത്ത് ഇറങ്ങി അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചു ഒരു നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കാളിയായിട്ട് മാറണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ ചെയ്യണം.